പി.സി. ചാക്കോയ്ക്കെതിരെ ആരോപണവുമായി എൻ.സി.പി. തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി പൊടിയൻകുട്ടി. മന്ത്രി എ.കെ. ശശീന്ദ്രനുമായി പി.സി. ചാക്കോ അകന്നത് അനധികൃതമായി പലതും ആവശ്യപ്പെട്ടിട്ട് നടക്കാത്തതിനാൽ ആണ് എന്ന ആരോപണം. ശശീന്ദ്രനെ തകർത്ത് പാർട്ടി പിടിക്കാനാണ് ചാക്കോയുടെ ശ്രമം. ജനുവരി 27-ന് ചേർന്ന ഭാരവാഹി യോഗത്തിൽ എൻ.സി.പി. LDF മുന്നണി വിടണമെന്ന് പി.സി. ചാക്കോ പറഞ്ഞിരുന്നു എന്നും നേതാക്കൾ മാതൃഭൂമി ന്യൂസിനോട് വെളിപ്പെടുത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശത്രു ഉണ്ട്. പുള്ളി അത് മനസ്സിൽ വെച്ചാണ് പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മര്യാദ കാണിക്കുന്നില്ല. CM മുന്നണി മര്യാദ കാണിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് NCP എന്നും പറഞ്ഞൊരു പാർട്ടി സംസ്ഥാന തലത്തിൽ രജിസ്റ്റർ. അത് ഇടതുപക്ഷ മുന്നണിയുമായി തുടർന്നു പോകണമെന്ന് നമുക്ക് ആലോചിക്കുകയും വേണം. ലക്ഷ്യം അതായിരുന്നു. മുന്നണി മാറണമെന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെ നിൽക്കുന്നു. അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല, തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. മുന്നണി മാറണം എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ നിൽക്കുന്നത്. കൂടെ നിൽക്കുന്നവർക്ക് ചില ബോർഡുകളും ചില കമ്മിറ്റികളിലും ബോർഡ് കമ്മിറ്റികളിലൊക്കെ ഉള്ളവരാണ് ഇപ്പോൾ അവരെ കൂടെ നിൽക്കുന്നത്. അല്ല, ഇപ്പുറത്ത് നിൽക്കുന്നത് പ്രവർത്തകരാണ്, സാധാ പ്രവർത്തകരാണ്, അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് വേദനയുണ്ട്. ചാക്കോ സാർ ഇപ്പോൾ വന്നിട്ട് ഏകദേശം 1.5-2 വർഷത്തിനകത്തേ ഉള്ളൂ. സാറിന് ഇതിന് നേട്ടേ ഉള്ളൂ, പരാജയമില്ല. പരാജയമൊക്കെയാണ് സാധാ പ്രവർത്തകർക്ക്, വെയിൽ കൊണ്ട് പ്രവർത്തിക്കുന്ന സാധാ അണികൾക്കാണ്. സംഘടനയ്ക്ക് ഒരു മുന്നണിയെ എതിർത്ത് സംസാരിക്കണമെങ്കിൽ ആ മുന്നണി വിട്ടിട്ട് പറയണം. സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നു. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. വളരെ വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അനധികൃതമായ ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചിരുന്നു, നിർബന്ധിച്ചിരുന്നു എന്ന് പറയുന്നു. മുന്നണി മാറുന്നതിനെ കുറിച്ച് പറയുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മൂത്തി, വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് NCP എത്തി നിൽക്കുന്നത്. NCPക്ക് അകത്തുള്ള പടലപ്പിണക്കങ്ങൾ ഓരോന്നും മറനീക്കി പുറത്തു വീഴുന്ന കാഴ്ചകളാണ് നമുക്ക് ഓരോ ദിവസവും കാണാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അത്തരത്തിൽ പി.സി. ചാക്കോയുടെ തന്നെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. അത് ഒരു യോഗത്തിൽ സംസാരിക്കുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ, ഒരു സംസ്ഥാന അധ്യക്ഷൻ്റെ ശബ്ദരേഖ തന്നെ പുറത്തു വരണമെങ്കിൽ അത് ബോധപൂർവം ആരെങ്കിലും വിട്ടത് തന്നെയാകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ NCPക്കകത്ത് പി.സി. ചാക്കോയ്ക്കെതിരെ ഒരു വലിയ വിഭാഗം രൂപം കൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇന്നലെ ജില്ലാ കമ്മിറ്റി ഓഫീസ്, സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്നവരും ജില്ലാ കമ്മിറ്റി ഓഫീസ് എന്നൊക്കെ മറ്റ് ആ ഓഫീസിൻ്റെ ചുമതലയുള്ളവരുമൊക്കെ തന്നെ പറയുന്നു. അവിടെ ആ ഓഫീസുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ കയ്യാങ്കളിയിലേക്ക് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി. അത് പി.സി. ചാക്കോയുടെ പേരിലുള്ളതാണെന്ന് ഒരു ഭാഗം. അതോടൊപ്പം തന്നെ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറി ആട്ടുകാൽ അജിയാണ് ഇതിന് വാടകയടക്കം നൽകുന്നത് എന്ന് ഒരു ഭാഗം പറയുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക്, പ്രശ്നങ്ങളിലേക്ക്, കയ്യാങ്കളിയിലേക്ക് വരെ NCPയുടെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ നേതാവ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പല ആരോപണങ്ങളുണ്ട്, ആക്ഷേപങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ചും ഇടതു മുന്നണിയുമായി തെറ്റി മറ്റൊരു മുന്നണിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് പി.സി. ചാക്കോയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനമായും അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് നമ്മൾ നേരത്തെയൊക്കെ NCPയിൽ ഉയർന്നു കേട്ട മന്ത്രിമാറ്റ വിവാദമടക്കം ഉണ്ടായത്. മന്ത്രിമാറ്റത്തിന് പി.സി. ചാക്കോ തോമസ് കെ തോമസിനെ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആഗ്രഹം കൊടുത്തത് എ.കെ. ശശീന്ദ്രനുമായിട്ടുള്ള വലിയ എതിർപ്പിനെ തുടർന്നാണ്. എന്നാൽ ഇപ്പോൾ തോമസ് കെ തോമസും എ.കെ. ശശീന്ദ്രൻ്റെയും എതിർഭാഗം നിൽക്കുന്നു. ഇന്നലെ NCPയുടെ നേതൃയോഗം വിളിക്കുമ്പോഴും ഇരുവരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ NCPയിൽ നിൽക്കുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ ഇനി പി.സി. ചാക്കോയിൽ നിന്നും പുറത്തു വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ചെയ്യേണ്ടതുണ്ട്. ശരി സ്റ്റെഫിൻ, ഏതായാലും വലിയ പടലപ്പടക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുന്നു, ആരോപണങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും അനധികൃതമായി ആവശ്യപ്പെട്ടു, അത് നടക്കാത്തതിനാലാണ് ഈ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിട്ടുള്ളത്. ശശീന്ദ്രനെ തകർത്ത് പാർട്ടി പിടിക്കാനാണ് ചാക്കോയുടെ ശ്രമം എന്നും പറയുന്നുണ്ട്.